ചിരിക്കാനുള്ളതാണെങ്കിൽ ഉറക്കണം വായിക്കണം സുരേ. എനിക്ക് വയ്യ രവിചേട്ടാ, നിങ്ങൾ ചിരിച്ചിരിച്ചാവും. മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. മനസ്സിലായ? പിന്നെ മനസ്സിലായി. 15 രൂപ. വല്യമ്മേ പീഡന ശ്രമം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ 21 പീഡിപ്പിച്ചു. നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി. ആ പോയ പിള്ളേരെ 2 പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ? പിന്നെ ഡെയിലി പണിക്ക് പോകാൻ ഞാൻ ബംഗാളിയില്ലേ. ആ അവര് കുടുംബം നോക്കും. പറ്റിലെഴുതിയോ? തന്നാ മതിയായിരുന്നു. കാശിന് മുട്ടുള്ളപ്പോ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും, കറക്റ്റായിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനഗിരി, നിന്റെ അളിയം വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 6 ലക്ഷം രൂപ കടം തന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ സങ്കടം ധർമ്മസങ്കടം. തിരമാലാഗിരി കൊണ്ടേ നീയത്ത ദൂരം. ഞാൻ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എടാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തേക്ക് ഞാൻ പറയും. അത് ഞാൻ ഇനിയും പറയും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ നീ പുറത്താക്കണം. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പൂളമാട്ടിയോട് ചോദിച്ചോക്കേ. എന്താണ് നിന്നെ? നീ ചോദിക്കടാ. നീ ഫോൺ വെച്ച് പോയോടുന്ന്. എന്ത് പണ്ടാറ എന്നെ നീ തുറച്ചു നോക്കണേ? ജോസേ, നിനക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം. അപ്പൊ അതൊക്കെ മാറും. പറയടാ. എനിക്കൊരു പ്രശ്നമില്ല തമ്മിയാണ്. പിന്നെ ഈ തെണ്ടികളെ കൂടി എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ജോസിനോട് ഒരു കളി ഉണ്ടായിക്കോ. ഞാൻ ഈ കള്ളുപിടിച്ചാവും. അത് ഉറപ്പുള്ള കേസാ. ഞാൻ വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂറായി. ഇങ്ങോട്ടേക്ക് ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് 1 മണിക്കൂറായി. ഇത്ര നേരം എന്റെ പെങ്ങളെ കാര്യം നമ്മുടെ പെങ്ങളെന്ന് പറയടാ. ചോദിച്ചാ നമ്മളെ പെങ്ങളെ പറ്റി ചോദിച്ചാ? അത് വിട്ടുപോയടാ ചക്കര. ഒരു ചക്കരയും ചുക്കര്. എന്തായി നമ്മുടെ പെങ്ങളുടെ കാര്യം? എന്താ അവൻ കാണാൻ വന്ന ചക്കൻ അവൾക്ക് ഭംഗിയിലെ പൊക്കിലെന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കാ. ഞാൻ ഒന്ന് ചെയ്യണ തമ്മിയാണ്. നീ ആ നമ്പർ തന്നേ, ഞാൻ ആ ചെറ്റയെ വിളിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഓവറാക്കണ്ട, നിർത്തിക്കോ. ഞാൻ 9 ദിവസം നിർത്തിയില്ലടാ. എടാ, ഞാൻ 9 ദിവസം നിർത്തിയില്ലേന്ന്. ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാരം ഉണ്ടായിരുന്നു. നിനക്കൊക്കെ ഞാൻ സമാധാനക്കട. ഈ വാട്സാപ്പിന് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കണടാ? അറിയാൻ പറ്റോ? രമണ, ഞാൻ നിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിന്റെ പലിശ മുടക്കി നിർത്തിയിട്ടുണ്ടോ? ഇപ്പം മുടങ്ങിയില്ലേ ക്ലീറ്റസേ? അത് ഞാൻ സഹിക്കില്ല. മുടക്ക് പറ്റത്തില്ല. പലിശ തരണേന്റെ തലേ ദിവസം നിന്നെ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നതേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ. പലിശ മുടക്കിയ ഞാൻ ഉടക്കും. എടാ, ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ല. നീ 2 ദിവസം സമയം എന്താ? കാശാണ്. നീ എന്താടാ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാശ് തരണം. ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും, ഒരു ചാരുകസരായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങിരിക്കും കേട്ടാ. നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും.
നിനക്ക് എന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. നീ മറ്റേ പുറകെ പിള്ളേരുടെ വർത്താനം എന്റെ അടുത്ത് എടുക്കല്ലേ? ക്ലീറ്റസേ ഹലോ ഡാ അവനെ തനിക്കുളം കാണാം. അല്ലേട്ടാ ആ ബമ്പറിന്റെ സൈഡിൽ ഇത്രയുള്ള സ്ക്രൂ ഇല്ലേട്ടാ? 5 എണ്ണം. ഇത്രയുള്ള സ്ക്രൂ അല്ലേട്ടാ, ഇത്രയുള്ള സ്ക്രൂ അല്ലേട്ടാ? ബമ്പറിന്റെ സൈഡിലുള്ളത് നാളെ കൊടുത്തന്നോട്ടാ. ചെറിയ സ്ക്രൂവിന്റെ കേസുകൾ എനിക്ക് മനസ്സിലാവണമെന്ന് പൊട്ടനാണോ? ആ നേരത്തെ തുടങ്ങിയ ഈ കാശേ രാവിലെ രമണിയുടെ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. പലിശ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിയൊക്കെ ക്ലീറ്റസേ. എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. ആര്? എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. പറയടാ. ആ രാജുവാ, എടാ ക്ലിറ്റ് സാറാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് തന്നെ വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, ശരി. ആ ശരിടാ. എന്തായി വിസ? ശരിയാവും, അവൻ തിരക്കില്ല. ദുബായ് എങ്ങനെ ശരിയായാൽ മതിയായിരുന്നു. എന്താ ചെയ്യുക? അതിന് എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. നീ ഒരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ, അതാ നല്ലത്. സൂപ്പർ ഒരു പെണ്ണുണ്ടോ, സെല്ലാമ, നേഴ്സാ. എവിടെ? മഞ്ഞപ്പുറ. മഞ്ഞപ്പുറയിലെ ആരടാ? മഞ്ഞപ്പുറയിലെ എല്ലാ പെണ്ണുങ്ങളും തമിഴിനറിയാം. ഈ കോപ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണ, അടിപൊളി പെണ്ണ. ക്ലീറ്റീസറിന് അപ്പായിരിക്കുള്ളൂ, സൂപ്പർ ചരിച്ചരിക്കുള്ളൂ, നല്ല സ്വഭാവ. നീ തന്നെ കെട്ടിക്കോ. എൻ്റെ അപ്പോ അമ്മായിയുടെ മോളാ. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇത് വേണ്ട, വേറെ നോക്കട്ടെ മോളെ. ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ? ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ. ഇത് ലൈറ്റ് കളറാ, വേറെ ഉണ്ടോ? ഇതോ? ഇത് കുറച്ച് കാഷ്വൽ ആയിപ്പോയി ചേച്ചി. ഇത് വേണ്ട. ഇതൊന്ന് നോക്കി ചേച്ചി. ഇപ്പൊ സെലക്ഷനൊക്കെ കുറവാണല്ലോ മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കയറേണ്ട, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല. സെലക്ഷൻ ഇല്ലാത്ത കാരണം ആൾക്കാരൊക്കെ പോവാണ്. ഞാൻ എന്ത് ചെയ്യാനും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഗിരി? മൊത്തത്തിൽ കുഴപ്പമാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു 3-4 പേര് ഇറങ്ങിപ്പോയി ഒന്നും വാങ്ങാതെ. കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നത്? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഐറ്റം കുറവാണല്ലോ. അതാ പ്രശ്നം. ഞാൻ പോലത്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ആൾക്കാർ പറയണമെങ്കിലേ ഐറ്റം ഇട്ട് നിറയ്ക്കണം. എടോ, നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. നന്ദേട്ടന് ഇറാനുള്ള പൈസ കൂടി പെട്ടി വീണിട്ടില്ല. അല്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഗിരി? ഞാനിതൊക്കെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇപ്പോഴാകുമ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ വല്ല തമിഴന്മാർ വന്ന് ലോട്ടിന് വഹിക്കാം.